ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് സനിത. ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ വഴിയുടെ മധ്യസ്ഥം വഴി എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2022 എനിക്ക് പനിയുണ്ടായി. വൈറൽ ഫീവറായിരുന്നു. എനിക്ക് പനി വരുന്നതിന് മുന്നേ സന്ധിവാതത്തിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പനി വന്നതോടുകൂടി എല്ലാ രോഗങ്ങളും കൂടി തല മുതൽ പാദം വരെ എല്ലാ ജോയിൻറ്റുകൾക്കും വേദന, ഞരമ്പുകൾക്ക് വേദന, ബോഡി ഫുള്ള് വേദന, നടുവേദന, കുനിയാനും നൂരാനും വയ്യാത്ത അവസ്ഥ, കാലുകൾ തളർന്നു പോകുന്ന പോലത്തെ അവസ്ഥ, നടക്കാൻ തീരെ വയ്യ. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് കിട്ടും, ഫുഡൊന്നും കഴിക്കാൻ പറ്റുകയില്ലാത്ത അവസ്ഥ, തലകറക്കം, തണുപ്പ് തീരെ സഹിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ സ്വെറ്ററും സോക്സും ഷോളും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പുറത്തൊന്നും പോകാൻ പറ്റുകയില്ല. ഹസ്ബൻഡ് റൂം ഹീറ്റർ വാങ്ങിച്ചു തന്നു. എന്നിട്ട് എനിക്ക് ഷിവറിങ് തന്നെയാണ്. പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറയും കുറച്ചൊക്കെ നിങ്ങളുടെ തോന്നലാണെന്ന് പറയും. അപ്പം ഈ രാത്രിയിൽ എനിക്ക് തീരെ ഉറക്കമില്ല. വയറ് വീർത്ത് വന്ന് ചങ്കിലും പുറത്തും ഗ്യാസ് കെട്ടി നിന്നിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഞാൻ ഉറക്കത്തിൽ ചാടി എഴുന്നേക്കും. എൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ മൂത്ത മോള് പറഞ്ഞു, അമ്മച്ചി ഏതായാലും ഉടമ്പടി എടുക്കുക, മാതാവ് അമ്മച്ചിയുടെ രോഗം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 മെയ് 4 ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ആ സമയത്തൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പം ആ ദിവസം ഞാൻ ഉടമ്പടി എടുത്ത ഒരു ബുധനാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച 8 വെളുപ്പിന് ഒരു 4:30-5 മണിയൊക്കെയാണ്. ആ സമയത്താണ് ഞാനൊന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാനൊരു സ്വരം കേട്ടു. അത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്നറിയില്ല. നല്ല കനഗംഭീരമുള്ള ഒരു സ്വരമായിരുന്നു, ആജ്ഞാപിക്കുന്ന സ്വരം. നീ ഉടമ്പടി എടുക്കണം 1000. ഇത്ര മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ ആ ഉറക്കത്തിൽ തന്നെ മറുപടി പറഞ്ഞു, ശരി ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് ഉറക്കം തെളിഞ്ഞു. ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, 1000 തവണയാണെങ്കിൽ എൻ്റെ ആയുസ് തീരില്ലേ, 1000 ദിവസമാണെങ്കിൽ ശരി, ഓക്കെ, 3-3.5 വർഷക്കാലം മതിയല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അതിനുശേഷം ജൂലൈ 24 അന്ന് രാത്രി ഞാൻ വളരെ വിഷമത്തോടെയാണ് കിടന്നുറങ്ങിയത്. എൻ്റെ വീട്ടിൽ പപ്പയുടെ സ്ഥലം വിറ്റപ്പോൾ എനിക്കൊരു വീതവും തന്നില്ല. ഞങ്ങൾ 2 പെൺമക്കളാണ്. ഒന്നാമത് എൻ്റെ ശാരീരിക വിഷമങ്ങളും അതിൻ്റെ കൂടെ ഈ മാനസിക പ്രശ്നങ്ങളും കൂടെ ആയപ്പോൾ എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ വേദനയൊന്ന് പറഞ്ഞ് കരയാൻ എനിക്ക് ലോകത്ത് ആരുമില്ലായിരുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ആണ് അന്ന് കിടക്കുന്നത്. അന്ന് രാത്രി ഒരു 2 മണി 3 മണിയായി കാണും. ആ സമയത്ത് എനിക്ക് ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. എൻ്റെ വലത് കാലിൽ നിന്ന് ഒരു വേദന കയറി വന്ന് എൻ്റെ തലയുടെ വലത് സൈഡിൽ ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വേദന സഹിക്കാതെ ഉറക്കെ കരഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മമ്മിയും പറഞ്ഞു, നമുക്കൊരു ശാന്തിയുടെ അടുത്ത് പോകാം, ഒരു പൂജയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ അസുഖങ്ങളൊക്കെ കുറയും. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെന്നെ ശാന്തിയുടെ അടുത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയുടെ അടുത്താണ് കൊണ്ടുപോയതെന്ന്. അപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അസുഖം ഇവിടെ നിന്ന് മാറണ്ട, എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നാൽ മതി. എൻ്റെ അമ്മയെ മാതാവേ 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 എന്ന് ഞാൻ ഉറക്കെ 3 പ്രാവശ്യം കരഞ്ഞു. അപ്പോൾ ഞാൻ കട്ടിലിൽ കാല് നൂർത്തിരിക്കുകയാണെന്നാണ് കാണുന്നത്. അപ്പോൾ മാതാവിനെ ആദ്യം കണ്ടു. അപ്പം മാതാവിൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ നടുവിനിട്ടൊരടി. പിന്നെ ഞാൻ മാതാവിനെ കണ്ടു. പിന്നെയും മാതാവിൻ്റെ നടുവിനിട്ടൊരടി. 3ാമത് മാതാവിനെ കണ്ടു. 3ാമത് എൻ്റെ നടുവിനിട്ടൊരടി. ഞാൻ ശരിക്കും മുന്നോട്ട് ആഞ്ഞു പോയി. പിന്നെ ഞാൻ ഈ നടുവേദനയെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര നടുവേദനയായിട്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ നടുവേദനയുടെ കാര്യം ഓർക്കുന്നത്. അതിനുശേഷം
എനിക്ക് വയറ്റിൽ ഗ്യാസ് കെട്ടലും ഭയങ്കര പ്രോബ്ലംസ്, ഷിവറിങ്, കാല് തളർന്നു പോകുന്ന അങ്ങനെ അവസ്ഥയൊക്കെ ആയിട്ട് അമൃത മെഡിക്കൽ കോളേജിൽ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റുവല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ട്, അതിപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ അത്ര സൈസിലാണുള്ളതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏതായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഈ വിഷമങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല, ഈ സിസ്റ്റ് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിത്തരാം ഇത് പറഞ്ഞു. അപ്പം നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കൂടി പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു. ഡോക്ടറിനെ കാണാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവേ, ഈ ഡോക്ടറിലൂടെ എൻ്റെ രോഗം ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ കുരിശിൽ കിടക്കുന്ന ഈശോയെ ശരിക്കും കണ്ടു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാനിക് അറ്റാക്കാണ്, 3rd സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നു. പിന്നെ ഞാൻ സെപ്റ്റംബർ 9-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ പോയി. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനുമാണ്. ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ എനിക്ക് വളരെ പേടിയാണ്, കാരണം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ യാത്രയും പണച്ചിലവും എല്ലാം ഓർത്ത് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് സൂക്ഷിച്ചു വെച്ചു. അപ്പം അന്ന് രാത്രി ഞാൻ ഈ സ്വപ്നം കാണുന്നത്, ആ രാത്രി ഫുള്ള് ഞാൻ സ്വപ്നം കാണുന്നത് ഈ ഉടമ്പടി തൈലമാണ്. മാതാവിൻ്റെ ആ ലേബലൊട്ടിച്ച ആ ഭാഗം മാത്രം, മറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഉടമ്പടി തൈലം കണ്ടുകൊണ്ട് ആണ് കിടന്നത്. അപ്പോൾ മോള് പറഞ്ഞു, അമ്മച്ചി ഉടമ്പടി തൈലം കയ്യിലുണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് മാതാവ് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ എന്നും ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടി തൈലം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായും എൻ്റെ പാനിക് അറ്റാക്ക് മാറിക്കിട്ടി. ഇപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല, പൂർണ്ണ സൗഖ്യം കിട്ടി. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഈ വലിയ രോഗസൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇളയ മോളുടെ കാര്യമാണ്. അവൾ ഞങ്ങളുടെ പുരമണി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം, കെയർ താമസത്തിൻ്റെ 3-ാമത്തെ ദിവസം അടുക്കളയോട് ചേർന്ന ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്, അവിടെ ഒരു 3 പാളയുടെ ജനൽ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രഷും പേസ്റ്റും അവിടെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അന്ന് കുഞ്ഞ് താമസിച്ച എഴുന്നേറ്റത്. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു മോള് പോയി ബ്രഷ് ചെയ്തിട്ട് വരാൻ. അപ്പോൾ കുഞ്ഞ് പോയി ഈ ജനലെ ചവിട്ടി കയറി ജനൽ മറിഞ്ഞു കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു. അപ്പോൾ ഞങ്ങളെല്ലാം സൗണ്ട് കേട്ട് ഓടിച്ചെന്നു. അപ്പോൾ കുഞ്ഞിന് ഞങ്ങൾ ജനലും പിടിച്ചു പോക്കി കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനൊരാപത്തും പറ്റിയില്ല. അതിന് മുന്നേ എൻ്റെ ആൻറ്റിയൊക്കെ ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റ് കുഞ്ഞിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തിരുന്നു. പരിശുദ്ധ അമ്മയാണ് കുഞ്ഞിനെ രക്ഷിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മൂത്ത മോൾക്ക്, അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ട്. പനിയും ജലദോഷമൊക്കെ വന്നാൽ പെട്ടെന്ന് മാറത്തില്ല, കുറച്ച് താമസിച്ചാണ് മാറുന്നത്. അപ്പോൾ 2022 ഡിസംബറിൽ അവൾക്ക് പനിയും ജലദോഷമൊക്കെ വന്നു. സ്കൂളിൽ പോയി 2 ദിവസം തല കറങ്ങി നിലത്ത് തലയിടിച്ച് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, 2 പ്രാവശ്യം വന്നുകൊണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം തൊട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി അവൾക്ക് പനിയും ജലദോഷമൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമോ തലകറക്കമോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ചേച്ചിയുടെ മൂത്ത മോൾക്ക് പാനിക് അറ്റാക്ക് വന്നു. അവളെ ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് കുഞ്ഞിന് സുഖമായി ഡിസ്ചാർജ് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ ചേച്ചിയും മോളും വന്ന് സാക്ഷ്യം പറഞ്ഞു, ഞാനും സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ചിറ്റയുടെ
ചിറ്റയ്ക്ക് ഷോക്ക് അടിച്ചിരുന്നു. ചിറ്റയുടെ അടുത്തുള്ള അയൽവക്കക്കാർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഈ ചേച്ചിക്ക് ഷോക്ക് അടിച്ചു, സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ ചിറ്റയെ രക്ഷിക്കണേ, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒരു ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ചിറ്റ രക്ഷപ്പെട്ടത്. ചിറ്റയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിറ്റയുടെ മോളുടെ നേഴ്സിങ്ങിൻ്റെ പരീക്ഷയ്ക്കും വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതെല്ലാം അമ്മ മാതാവ് നടത്തി തന്നു. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എനിക്ക് സാധിക്കുന്നവരോടൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എൻ്റെ മക്കളുടെ സ്കൂളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അടുത്തുള്ള ആശ്രമത്തിലേക്ക് ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് ഉണ്ടാക്കി ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിടും. പിന്നെ അവിടെ അടുത്തുള്ള കുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു അനാഥാലയത്തിൽ അന്നദാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനസിക വൈകല്യമുള്ള സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ആശ്രമത്തിൽ അവിടെ എന്നാൽ കഴിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എന്നാൽ കഴിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കൂടി ഹോസ്പിറ്റൽ അന്നദാനത്തിനൊക്കെ കളക്ഷന് വരാറുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കാറുണ്ട്. ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നും ഒന്നും അറിയില്ലായിരുന്നു. അച്ഛൻ്റെ ടോക്കുകൾ കേട്ട് ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുവാനും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സാധിച്ചു. നിത്യജീവനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ്റെ ടോക്കുകളിലൂടെയാണ് നിത്യജീവൻ എന്താണെന്നും അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയ കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് രഹസ്യ ധനശേഖരങ്ങളും അന്ധകാരത്തിലെ നിധികളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയമുള്ളവരെ, നമ്മളോട് സന്നിധ ശ്രീകുമാർ എന്ന് പറയുന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൃപാസനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന്. സ്വപ്നത്തിൽ ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു തോന്നലും അതുപോലെ തന്നെ ഒരു സ്വരവും ഈ സഹോദരി കേൾക്കുകയാണ്. അങ്ങനെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. തുടക്കത്തിൽ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഉടമ്പടിയുടെ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ്, എനിക്ക് നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം ഉടമ്പടിയുടെ ഓരോ ധ്യാനങ്ങൾ കൂടുമ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴും എനിക്ക് നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിലും തിരിച്ചറിയേണ്ടത് ഉടമ്പടി ജീവിതം ആത്യന്തികമായിട്ട് നമ്മളെ കൊണ്ടുപോകേണ്ടത് നിത്യജീവനിലേക്കാണ്. അവർ വലിയ ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതം ഈ നമ്മുടെ മുൻപിൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.